കുവൈറ്റിൽ വിഷമദ്യം കഴിച്ച് 10 പ്രവാസികൾ മരിച്ചു. കുവൈറ്റിലെ വ്യത്യസ്ത ആശുപത്രികളിലായാണ് മരണം റിപ്പോർട്ട് ചെയ്തത്. മരിച്ചവരിൽ മലയാളികളും തമിഴ്നാട് സ്വദേശികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് സൂചന. വിവരങ്ങളുമായി ജമാൽ ചേരുകയാണ്. ജമാൽ, ഈ കുവൈറ്റ് മദ്യനിരോധനമുള്ള സ്ഥലമാണ്. കുവൈറ്റിൽ ഏത് മേഖലയിലാണ് ഇത്തരത്തിൽ ഒരു ദുരന്തമുണ്ടായത്? 10 പേർ മാത്രമാണോ മരിച്ചിട്ടുള്ളത്? എത്ര ആളുകൾ ഗുരുതരമായ അവസ്ഥയിൽ ആശുപത്രിയിലുണ്ട്? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കാനുള്ളത്? സിജോ സൂചിപ്പിച്ചതുപോലെ തന്നെ കുവൈത്ത് മദ്യനിരോധിത രാജ്യമാണ്. ഇവിടെ മദ്യം വിൽക്കുന്നത് ഇല്ലീഗലാണ്. പക്ഷേ പലപ്പോഴും ഈ ലേബർ ക്യാമ്പുകൾ അല്ലെങ്കിൽ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചൊക്കെ തന്നെയും അനധികൃതമായി മദ്യവിൽപ്പന സജീവമാണ്. എന്നാലും ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ കുവൈത്തിൽ 10 പ്രവാസികൾ മരിച്ചിരിക്കുന്നത്. ഇതിൽ കഴിഞ്ഞ ഞായറാഴ്ച അദാൻ ഫർവാനിയ ആശുപത്രികളിൽ മാത്രം 15 പേർ ചികിത്സ തേടി എത്തിയിരുന്നു. മറ്റ് ചില ആശുപത്രികളിൽ ചികിത്സ തേടി ആളുകൾ എത്തിയിരുന്നു. വ്യത്യസ്ത ആശുപത്രികളിൽ വ്യത്യസ്ത ദിവസങ്ങളിലായാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. പലരുടെയും കാഴ്ചശക്തി നഷ്ടമായ ആളുകളുണ്ട്, ഗുരുതരാവസ്ഥയിലുള്ള ആളുകളുണ്ട്. ഏതായാലും 10 പ്രവാസികൾ മരിച്ചിരിക്കുന്നു. ഇവരെല്ലാവരും തന്നെ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളാണ്. അതിൽ മലയാളികളുണ്ട്, തമിഴ്നാട്ടുകാരുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ പേര് വിവരങ്ങളും തന്നെ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണവും അധികൃതർ നൽകിയിട്ടില്ല. പക്ഷേ ഏതായാലും ഇത് സംബന്ധിച്ച അന്വേഷണം ഒരു ഭാഗത്ത് വളരെ ശക്തമായി തന്നെ നടക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ മിക്ക ഗൾഫ് രാജ്യങ്ങളിലും മദ്യം നിരോധിക്കപ്പെട്ട രാജ്യങ്ങളുണ്ട്, മദ്യം ലഭിക്കുന്ന രാജ്യങ്ങൾ. പക്ഷെ ഇവിടെയൊക്കെ തന്നെയും അനധികൃതമായി അല്ലെങ്കിൽ ഇല്ലീഗലായി മദ്യം സപ്ലൈ ചെയ്യുന്ന ആളുകളുണ്ട്. ഇവരിൽ നിന്ന് വാങ്ങുന്ന അവരാണ് കൂടുതലും ഇത്തരത്തിൽ വിഷബാധയേറ്റ് മരിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അതായത് ഇത് സംബന്ധിച്ച അന്വേഷണം ശക്തമായി ഒരു ഭാഗത്ത് അധികൃതർ നടത്തുന്നുണ്ട്. പക്ഷേ ഔദ്യോഗികമായി ഈ മരണം സംബന്ധിച്ച് സർക്കാർ ഒരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. പക്ഷേ 10 പ്രവാസികൾ വിവിധ ആശുപത്രികളിലായി മരിച്ചിട്ടുണ്ട്. അദാൻ ഫർവാനിയ ആശുപത്രികളിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ചികിത്സ തേടി എത്തിയിട്ടുള്ളത്. ഈ കുവൈറ്റ് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടാകുമല്ലോ. നേരത്തെ ജമാൽ പറഞ്ഞതുപോലെ തന്നെ ലേബർ ക്യാമ്പുകളിൽ ഇങ്ങനെ അനധികൃതമായി മദ്യവിൽപ്പന നടക്കാറുണ്ട്. സമാനമായൊരു ലേബർ ക്യാമ്പിൽ തന്നെ ആയിരിക്കണം ഈ ദുരന്തം ഉണ്ടായതും, അല്ലേ? ഇത് കൃത്യമായ ഒരു ലേബർ ക്യാമ്പിൽ മാത്രമല്ല, പക്ഷേ പ്രവാസി തൊഴിലാളികൾ കൂടുതലായും താമസിക്കുന്ന സ്ഥലങ്ങൾ, അതുപോലെ ഫ്ളാറ്റുകൾ, ഈ ഭാഗങ്ങളിൽ നിന്നാണ് കൂടുതൽ കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഔദ്യോഗികമായി ഒരു അന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. കാരണം ഒരു ലഭിക്കുന്ന രാജ്യമല്ല. അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ സ്ഥിരീകരണം നൽകിയിട്ടില്ലെങ്കിൽ പോലും സമാന്തരമായി അല്ലെങ്കിൽ സർക്കാരിന്റെ അല്ലെങ്കിൽ അധികൃതരായ നിലയിൽ തന്നെ ശക്തമായ അന്വേഷണവും അതുമായി ബന്ധപ്പെട്ട നടപടികളും ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇത് വളരെ കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നു. ഏതായാലും ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അധികം ലേബർ ക്യാമ്പുകൾ അല്ലെങ്കിൽ പ്രവാസി തൊഴിലാളികൾ താമസിക്കുന്ന ഫ്ളാറ്റുകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് ഈ വിഷമദ്യ ദുരന്തവും അല്ലെങ്കിൽ ഈ വിഷബാധ ഏറ്റത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു പ്രത്യേക പോയിന്റിൽ മാത്രമല്ല, പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തിയത്. അത് ഒരു ദിവസം മാത്രമല്ല, പല ദിവസങ്ങളിലായാണ് ഈ ആളുകളൊക്കെ തന്നെയും എത്തിയത് ആശുപത്രികളിൽ. ശരി, ജമാലാണ് കുവൈറ്റിലെ വിഷമദ്യ ദുരന്തവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്. 10 പ്രവാസികളാണ് ഈ വിഷമദ്യ ദുരന്തത്തിൽ മരിച്ചതെന്നുള്ള വിവരങ്ങളാണ് ജമാൽ പങ്കുവച്ചത്.